വായിക്കും. John's house is situated in north direction from his uncle's house at the distance of 100 meter. അങ്കിളിൻ്റെ ഹൗസിൽ നിന്ന് 100 മീറ്റർ മാറി നോർത്തിലാണ് നോർത്തിലോട്ടാണ് ആരുടെ ജോണിന്റെ വീട്? വീട്. ജോണിൻ്റെ ഹൗസ്. അപ്പോൾ ഇത് 100. അപ്പോൾ ഇത് 100 ഇനി ഇതായിരിക്കണം നിൻ്റെ റെഫറൻസ്. അടുത്ത പറ. His uncle's house is situated in the west from his uncle's office. അങ്കിൾസ് ഓഫീസിന്റെ വെസ്റ്റിലായിട്ടാണ് പുള്ളിയുടെ ഓഫീസ്. ഇത്ര ഡിസ്റ്റൻസ് ഓഫ് 200 മീറ്റേഴ്സ്. അങ്കിളിൻ്റെ ഓഫീസ് ഇവിടെ വരുമോ ഇവിടെ വരുമോ? ഇവിടെ അങ്കിളിന്റെ ഓഫീസ് വൈറ്റിലോട്ട് വരും. വെസ്റ്റില്. റൈറ്റിൽ വരുമോ? ഐ മീൻ അയ്യോ ലെഫ്റ്റിലില്ല. എന്റെ ലെഫ്റ്റ്. എവിടെയാ വരുന്നത്? റൈറ്റിലാണ് വരുന്നത് ലെഫ്റ്റിലാണ് വരുന്നത്? ലെഫ്റ്റില്. വായിക്കടി അങ്ങോട്ട്. അങ്കിളിൻ്റെ ഹൗസ് എന്ന് പറയുന്നത് വെസ്റ്റിലാണ്. അങ്കിളിൻ്റെ ഹൗസാണ് വെസ്റ്റിൽ. അപ്പോൾ ഇവിടെ വരണം. അപ്പോഴല്ലേ വെസ്റ്റിൽ ഹൗസ് വരത്തുള്ളൂ. അങ്കിളിൻ്റെ ഹൗസ് എന്ന് പറയുന്നത് വെസ്റ്റ് ഫ്രം അങ്കിളിൻ്റെ ഓഫീസ് അറ്റ് ഡിസ്റ്റൻസ്. അപ്പോൾ ഇത് 100 ഏകദേശം നമുക്കിപ്പോൾ എത്ര 100 എടുക്കാം? ഇതിപ്പോൾ ഒരു 100 ഏകദേശം എടുക്കാം. സെയിം ഡിസ്റ്റൻസ് വരുന്നുണ്ട്. എന്നിട്ട് വീണ്ടും പോകണം. അപ്പോൾ ഇത് 200. ഓക്കെ ആണോ? അപ്പോൾ ഇപ്പോൾ കറക്റ്റായില്ല. അങ്കിളിൻ്റെ ഓഫീസിൽ നിന്ന് 200 വെസ്റ്റിലാണ് അങ്കിളിൻ്റെ ഹൗസ്. അല്ല, അങ്കിളിൻ്റെ ഹൗസ് വെസ്റ്റ് ഫ്രം അങ്കിൾസ് ഓഫീസ്. കബീർ എന്ന് പറയുന്നത് ഫ്രണ്ട് ഓഫ് ജോണാണ്. കബീർ എന്ന് പറയുന്ന ഫ്രണ്ട് ഓഫ് ജോണാണ്. കബീർ ലിവ് അറ്റ് 100 മീറ്റർ ഫാർ ഇൻ ദ ഈസ്റ്റ് ഡയറക്ഷൻ. കബീർ എവിടെയാണ്? 100 മീറ്റർ ഫാർ ഇൻ ദ ഈസ്റ്റ് ഡയറക്ഷൻ ഫ്രം ജോൺ ഹൗസ് എന്ന് പറയുന്നത് ഇതിൻ്റെ നടുക്കായിട്ട് വരത്തില്ലേ? 100 മീറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ വരണ്ടേ? ഈസ്റ്റ് ഇവിടെ അല്ലേ വരുന്നത്? ഇങ്ങനെ കിട്ടത്തില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ 100 എന്ന് പറയുമ്പോൾ എന്ത് വേണം? ഇവിടെ ഒരു റെഫറൻസ് ഉണ്ട്. അതിൻ്റെ മിഡ് പോയിൻ്റാണ് 100. ഇതൊക്കെ മൈൻഡിൽ വിഷ്വലൈസ് ചെയ്ത് വരണം. ഓക്കെ, ഇതൊരു മിഡ് പോയിൻ്റ് ആണെന്നൊക്കെ ഉള്ളതൊക്കെ മൈൻഡിൽ തന്നെ കിട്ടണം. ഇത് 100. അവിടെ ആരാ ഉള്ളത്? കബീറാണ്. കബീർ ലിവ്സ് അറ്റ് 100 ഈസ്റ്റ് ഓഫ് ജോണിൻ്റെ ഹൗസ്. കബീറിൻ്റെ ഹൗസ് എന്ന് പറയുന്നത് സൗത്ത്. പടം താക്കേണ്ടി വരും. പരീക്ഷയ്ക്ക് പടമൊന്നും താക്കാൻ നിൽക്കില്ല കേട്ടോ. വല്ല അപ്പുറത്തെ ഡെസ്കിനകത്തെങ്കിലും വെച്ച് വരച്ചെഴുതിക്കണം. ഓക്കെ, മാറ്റി വരയ്ക്കാനും നിൽക്കില്ല. ഞാൻ നീട്ടി അങ്ങ് വിട്ടേക്കാക്ക്. ഡെസ്കിലോട്ടങ്ങ് വരച്ച് വെച്ച് കൊടുത്താൽ മതി. ആ ഗ്യാപ്പൊന്നും നോക്കിയൊന്നും വേണ്ട. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ഉള്ളത്? എന്താ പറഞ്ഞിരിക്കുന്നത്? എന്താ നോക്കിയേ? കബീറിൻ്റെ ഓഫീസ് എന്ന് പറയുന്നത് ഇതെന്താ പറഞ്ഞിരിക്കുന്നത്? കബീർ ഫ്രണ്ട് ഓഫ് ജോണാണ്. കബീർ ലിവ് ചെയ്യുന്നത് ഈസ്റ്റ്. അപ്പോൾ കബീർ ലിവ് ചെയ്യുന്നത് ഇവിടെയാണ്. കബീറിൻ്റെ ഓഫീസ് എന്ന് പറയുന്നത് ഈസ് ഇൻ സൗത്ത് ഡയറക്ഷൻ ഫ്രം ഹിസ് ഹൗസ് അല്ലേ? കബീറിൻ്റെ ഓഫീസ് എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് വായിച്ചുകൊണ്ടത് ഇവിടെ ഇതാണ്. കബീർ ലിവ് ചെയ്യുന്നതാണ് ഇവിടെ. ഇതെന്താ? കബീറിൻ്റെ ഓഫീസ് എന്ന് പറയുന്നത് സൗത്ത് ഡയറക്ഷൻ ഫ്രം ഹൗസാണ്. കബീർ ജീവിക്കുന്നതിൻ്റെ അവിടെ നിന്ന് സൗത്തിലോട്ട് 100 മാറിയാണ് ഓഫീസ്. അപ്പോൾ എവിടെ വരും ഓഫീസ്? ഇവിടെ വരും അല്ലേ? കബീറിൻ്റെ ഓഫീസ് കിട്ടി. ക്വസ്റ്റ്യൻ എന്തോ? How far is the uncle's house from കബീർ? അങ്കിളിൻ്റെ ഹൗസ് ഫ്രം കബീറിൻ്റെ ഓഫീസ് എത്രയാ? 100 മീറ്റർ. ഓപ്ഷൻ ഉണ്ടോ? അപ്പോൾ എന്ത് ചെയ്യും? None of this. ഹൗ ഫാർ ഈസ് അങ്കിളിൻ്റെ ഹൗസ് ഫ്രം കബീറിൻ്റെ ഓഫീസ്? 100 മീറ്ററാണ്. ഇതാണ് കബീറിൻ്റെ ഓഫീസ്. ഇപ്പോൾ 100 മീറ്റർ. നൺ ഓഫ് ദിസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അതിൽ എത്രയുള്ളൂ? അടുത്ത ക്വസ്റ്റ്യൻ തനിയെ വരയ്ക്കാൻ പറ്റും. A school driver drives school bus in the north direction for a distance of 2 kilometers. He turns the bus to the left side
and drives 5 kilometers straight. Then he turns the bus in left side twice for a distance of എന്നുവെച്ചാ പിന്നെ അത് തിരിച്ചു. Then he turns bus in left side. നോക്കാം, ഞാനിവിടെ വരയ്ക്കാം. വാ. Okay, സ്കൂൾ ആദ്യം ഡ്രൈവർ അതൊരു നോക്കാം, പറഞ്ഞാൽ മതി. സ്കൂൾ ഡ്രൈവർ എന്ത് ചെയ്യാണ്? ഡ്രൈവ്സ് സ്കൂൾ ബസ് ഇൻ നോർത്ത് ഡയറക്ഷനിലാണ്. അപ്പോൾ എന്തോ ഒരു പോയിന്റിൽ നിന്ന് നോർത്ത് ഡയറക്ഷനിൽ പോവാണ്. പോയിന്റിൻ്റെ പേരൊന്നുമില്ല. ഒരു പോയിന്റിൽ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്? നോർത്ത് ഡയറക്ഷനിൽ പോവുകയാണ്. ഫോർ എ ഡിസ്റ്റൻസ് ഓഫ് 2 കിലോമീറ്റർ. ഇതാണ് എൻ്റെ 2 കിലോമീറ്റർ. റെഫറൻസ് വെച്ചോണം. ദെൻ നമ്മൾ ഈ ഡയറക്ഷൻ വരയ്ക്കുമ്പോൾ എപ്പോഴും പേപ്പറിൻ്റെ നടുക്കുന്ന് സ്റ്റാർട്ട് ചെയ്തോണേ. മീൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എവിടെ നിന്നെങ്കിലും ചെയ്താൽ, പക്ഷേ എക്സാമിനൊക്കെ പോകുമ്പോൾ നടുക്കാണ്. ഇത് എവിടെ ഏത് വഴി കൂടി സാധനം പോകുമെന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിലും ഡയറക്ഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴും മിക്കവാറും നടക്കുന്ന മീൻസ് അത്യാവശ്യം ഒരു ഈ കോർണറിൽ നിന്നൊന്നും സ്റ്റാർട്ട് ചെയ്യരുത്. ഇത് ഏത് വഴി കൂടെ പോകുന്നത് വായിച്ചു വരുമ്പോഴേ നമുക്കറിയാൻ പറ്റും. അതുകൊണ്ട് ഡയറക്ഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് അത്യാവശ്യം പേപ്പർ ചിലവ് വരും. നീ മറ്റേ സാധനം വാങ്ങിച്ചാ? ആ സ്ലേറ്റ് വാങ്ങിക്കാം. എൻ്റെ പേര് സ്ലേറ്റിൽ എൻ്റെ സാധനം ലിങ്ക് അങ്ങനെ ഇട്ടിട്ടുണ്ട്, നോക്കിയാൽ മതി. ഞാൻ അയച്ചു തരാം. മറ്റേ LCD 12 ഇഞ്ചിൻ്റെ ആ ലിങ്ക് കിടപ്പുണ്ടാന്ന് തോന്നുന്നു. അവനെ വരച്ച് കളിക്കാൻ നമുക്ക് ഭയങ്കര പേപ്പറൊന്ന് സേവ് ചെയ്യാൻ പറ്റും. ചുമ്മാ നിൻ്റെ ഈ വെള്ള പേപ്പർ എഴുതുന്ന കണ്ടിട്ട് സഹിക്കുന്നില്ല. ഈ പേപ്പറെല്ലാം അമ്മയ്ക്കവിടെ കത്തിച്ച് കളിക്കാനല്ലേ? അല്ല, ഇത് മറ്റേ എന്റെ പ്രോജക്റ്റിന്റെ പേപ്പറാ. അതെന്തായാലും ഇവിടെ അത് തീരുന്നവരായിക്കോ. അത് തീരുമ്പോ എന്ത് ചെയ്യുന്ന അതിന് 10 പേപ്പറും കൂടി. നിങ്ങൾക്ക് അവിടെ ഇത് കിട്ടത്തില്ല, നോട്ടീസ് പേപ്പർ എന്നും പറഞ്ഞുകൊണ്ട്? നോട്ടീസ് പേപ്പർ എഴുതി പഠിക്കുന്ന പേപ്പറുണ്ട് ബണ്ടിൽ, വാങ്ങിക്കാൻ കിട്ടും. നോട്ടീസ് പേപ്പർ എന്നാ പറയുന്നത്, അവിടെ എന്താ പറയുന്നതെന്ന് അറിയത്തില്ല. മറ്റേ വേസ്റ്റ് മെറ്റീരിയലിൽ നിന്ന് കുഞ്ഞു പേപ്പർ എഴുതി പഠിക്കുന്ന പേപ്പറാണ്. അതിൻ്റെ ബുക്കൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ എൻ്റെ ഹരിയാവനെങ്ങൾ അവിടെ നിന്ന് വരുന്നത് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ മതി. ബൾക്ക് അവിടെ നിന്ന് സാധനം മറ്റേ അവിടെ ബുക്ക് സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ് ഇവിടെ. അപ്പോൾ ദെൻ ഹി ടേൺസ് ദ ഇനിയിപ്പോൾ അപ്പോൾ ഇവിടം വരെ എത്തി നമ്മൾ. എന്നിട്ട് എന്താ സംഭവിച്ചത്? ദെൻ ഹി ടേൺസ് ദ ബസ് ലെഫ്റ്റ് സൈഡ്, ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ്. ഇത് റൈറ്റ്, ഇത് ലെഫ്റ്റ് അല്ലേ? ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് ആൻഡ് ഡ്രൈവ് 5 കിലോമീറ്റർ സ്ട്രെയിറ്റ്. ഇപ്പോൾ 2 ഏകദേശം സെയിം ഡിസ്റ്റൻസ് ആയപ്പോൾ 2. വീണ്ടും അത്രയും തന്നെ ആയപ്പോൾ 4. പിന്നെ ഇച്ചിരിയും കൂടെ അതിൻ്റെ ഒരു പകുതിയും കൂടെ വെച്ച് കൊടുക്കുക. 5. ഇതാണ് റെഫറൻസ് വെക്കണമെന്ന് പറയണത്. അല്ലെങ്കിൽ തീരുടെ നമ്മുടെ ഒരു ഈ ഡിസ്റ്റൻസ് ഏകദേശം ഉണ്ടല്ലോ, അപ്പോൾ ഇതേ ഡിസ്റ്റൻസിന് ഏകദേശം ഇവിടെയും കൊടുക്കുക. അത് തന്നെ ഇവിടെ അപ്പോൾ 4. പിന്നെ അതിൻ്റെ ഒരു പകുതിയും കൂടെ അപ്പോൾ 5. ഇതാണ് റെഫറൻസ് ഇട്ട് വരയ്ക്കണമെന്ന് പറയണത്. ഇത് തന്നെ പ്രാക്ടീസ് ചെയ്യുന്നത്, റെഫറൻസ് ഇട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ദെൻ ഹി ടേൺസ് ദ ബസ് ഇൻ ലെഫ്റ്റ്. ഇനിയിപ്പം ഇവിടെ തന്നെ നിൽക്കുക. ഇവിടെ പുള്ളി ഇങ്ങോട്ട് വന്ന് നിൽക്കുകയാണ്. ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇങ്ങനെ നിൽക്കുന്ന ഒരാളിൻ്റെ റൈറ്റ് ഇവിടെയും ലെഫ്റ്റ് ഇവിടെ ആയിരിക്കും. അപ്പോൾ ഇനി എങ്ങോട്ടാണ് പോകുന്നത് പുള്ളി? ലെഫ്റ്റിലേക്ക് പോയി. ഈ ടേൺസ് ദ ബസ് ലെഫ്റ്റ് സൈഡ് ട്വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പ്രാവശ്യം ലെഫ്റ്റിലോട്ട് പോയി. അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കിട്ടൂടാ. അത് എന്താ പറഞ്ഞിങ്ങനെ? ഹീ ടേൺസ് ദ ബസ് ഇൻ ലെഫ്റ്റ് സൈഡ് 2 പ്രാവശ്യം ലെഫ്റ്റ് പോയി എന്ന് പറഞ്ഞാൽ ആദ്യം 8 പോയിട്ട് ലെഫ്റ്റ് തിരിഞ്ഞ്, പിന്നെ 5 പോയിട്ട് വീണ്ടും ലെഫ്റ്റ് തിരിഞ്ഞ്. എന്ന് വെച്ചാൽ ഇവിടുന്ന് ആദ്യം എന്ത് ചെയ്ത് 8 പോയി. ഇതിപ്പം നമുക്കിവിടെ 2, 4, 6, 8 പോയി. 8 പോയിട്ട് ലെഫ്റ്റ് വീണ്ടും ലെഫ്റ്റാണ്. ഇങ്ങോട്ട് നിൽക്കുന്ന ഒരാളിൻ്റെ ലെഫ്റ്റ് ഇങ്ങോട്ടായിരിക്കും. 8 പോയി. ആദ്യം ഒരു ലെഫ്റ്റ് തിരിഞ്ഞ് 8 പോയി, പിന്നെ ഒരു ലെഫ്റ്റ് തിരിഞ്ഞിട്ട് 5 പോയത്. അപ്പം ഇതേ ലെവലിൽ വന്ന് നിൽക്കും അല്ലേ? ഇതല്ലേ 5 അല്ലേ? മീൻസ് ഇവിടെ നിന്ന് ഇങ്ങനെ കറക്റ്റ് വന്ന് നിൽക്കും. ഇത് 5 കിട്ടി. ഇനി എന്താ സംഭവിച്ചത്? അറ്റ് ലാസ്റ്റ് വൺസ് മോർ ഹീ ടുക്ക് എ ലെഫ്റ്റ് ഹാൻഡ്. വീണ്ടും ലെഫ്റ്റ് തിരിഞ്ഞിട്ട് 1 കിലോമീറ്റർ പോയി. നമ്മൾ വരച്ച് വന്നപ്പം ഇതൊക്കെ 2 ആയിരുന്നു. 2, 2, 2, 2. അപ്പോൾ 1 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ വരും.
1 കിലോമീറ്റർ വീണ്ടും ലെഫ്റ്റ് പോയിട്ട് എന്ത് ചെയ്ത് നിർത്തി. ക്വസ്റ്റ്യൻ എന്തുവാ? How far is he from the starting point and in which direction he should drive to reach the starting? ഹൗ ഫാർ ഈസ് ഹി ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതായിരുന്നു. ഇവിടുന്ന് എത്ര ദൂരത്തിലാണ് പുള്ളി ഇപ്പം നിൽക്കുന്നത്? ഇത് മൊത്തത്തിൽ എത്രയാ? ഇത് ഫുൾ എത്രയാ? ഇവിടെ ഉണ്ട്, ഇവിടെ ലെങ്ത് കണ്ട 8 ഉണ്ട് ഇവിടെ. ഇത് മൊത്തം 8. അപ്പോൾ ഇത് മൊത്തം അപ്പോൾ 8. ഇത്ര എന്താണ്? 8 ആണ്. ഇവിടെ 2 ഉണ്ട്. ഈ 2 പോയി കഴിഞ്ഞാൽ ഇവിടെ 2 പോയി. ഇവിടുത്തെ 1 പോയാൽ ബാക്കി എത്ര ഉണ്ട്? ഇവിടുത്തെ 2 ഇവിടുത്തെ 1 3 പോയി കഴിഞ്ഞാൽ ബാക്കി. അപ്പോൾ ഈ ഗ്യാപ്പ് 5 ആയിരിക്കും. ഹൗ ഫാർ എന്ന് വെച്ചാൽ 5. അടുത്ത എന്താണ്? അപ്പോൾ പുള്ളി ഇപ്പോൾ ഇവിടെയാണ്, ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇനി ഏത് ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാൽ പുള്ളിക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്താൻ പറ്റും? നോർത്തിലോട്ട് പോയി കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്താൻ പറ്റും. ഓക്കെ ആണോ? വരച്ച് കളിക്കാം. ഇത് നീ തനിയൊന്ന് വരച്ച് നോക്കിയാൽ മതി. അടുത്ത 7ാമത്തത് 8 സൗത്ത് വെസ്റ്റ്. 7 വരയ്ക്കാം. ഉണ്ടായിരുന്നു. നോക്കാം, ബാ വരയ്ക്കും. പറയാം. രാജേഷ് എങ്ങോട്ടാ പോയത്? 8 kilometers towards സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ. ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത്. അപ്പോൾ ഏത് ഡയറക്ഷനിലാണ് പോയത്? സൗത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്കിപ്പോൾ ഇവിടെ നിൽക്കുന്ന ഒരാൾക്ക് ഇത് സൗത്ത്, ഇത് വെസ്റ്റ്. ഇതേതാണ്? സൗത്ത്. ഇവിടെ നിൽക്കുന്ന ഒരാൾക്ക് ഇത് സൗത്ത്, ഇത് വെസ്റ്റ്. അപ്പോൾ പുള്ളി സൗത്ത് വെസ്റ്റ് എന്ന് പോയി കഴിഞ്ഞാൽ പുള്ളിക്ക് ഇങ്ങോട്ട് പോവാം, ഇങ്ങോട്ട് പോവാം, ഇങ്ങോട്ട് പോവാം, ഇങ്ങോട്ട് പോവാം, ഇങ്ങോട്ട് പോവാം, ഇങ്ങോട്ട് ഇതിലെവിടെ വേണേലും പോകുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്കത് ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് അവിടെ അങ്ങ് വെച്ചേക്കാൻ, അത് തൊടാൻ പോകണ്ട. ആ വരിയെ അതുപോലെ അങ്ങ് വെച്ചിട്ട് ബാക്കി വന്ന് നോക്ക്. ഇപ്പോൾ പുള്ളി എന്തായാലും എങ്ങോട്ടാണ് പോയത്? ഒരു സൗത്ത് വെസ്റ്റ് പോയി. ഇങ്ങോട്ട് എവിടെയാണ് പോയി? പോയിട്ട് ഒരു പോയിന്റിലെത്തിയല്ലോ. സൗത്ത് വെസ്റ്റ് പോകുമ്പോൾ ഒരു പോയിന്റ് എത്തുമല്ലോ. ഇതല്ല സൗത്ത് വെസ്റ്റ്. ഇങ്ങനെ മുമ്പ് എന്തായാലും ഒരു പോയിന്റ് എത്തും. ഓക്കെ, ഇനി അവിടെ നിന്ന് എന്ത് ചെയ്ത് നോക്കിയേ? ബാക്കി പറ. ഇങ്ങനെ നിൽക്കുന്ന പുള്ളി ഇപ്പോൾ സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അവിടുന്ന് ഈസ്റ്റിലേക്ക് പുള്ളി മാറി. ഇവിടുന്ന് ഇപ്പോൾ ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് തിരിഞ്ഞ്. ഹി ടേൺഡ് ടു ഈസ്റ്റ് ഡയറക്ഷൻ ആൻഡ് വാക്ക്ഡ് 20 കിലോമീറ്റർ. 20. ഇതാണ് എൻ്റെ 20. ദെൻ ഹി ടേൺഡ് ടു നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. വീണ്ടും എന്ത് ചെയ്ത്? നോർത്ത് ഈസ്റ്റിലേക്ക് പോവുക. നമുക്ക് ചുമ്മാ റഫ് ഇട്ട് വരയ്ക്കാം. ഇതിപ്പോൾ സൗത്ത് ഈസ്റ്റ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ എന്ത് വന്നു? സൗത്ത് വെസ്റ്റിൽ വന്നു. അവിടെ നിന്ന് ഈസ്റ്റിലേക്ക് തിരിഞ്ഞ്. എത്രയാണ് സൗത്ത് വെസ്റ്റ്? 8 ആണോ അത്? 8 എന്ന് പറയുമ്പോൾ എൻ്റെ റെഫറൻസ് തെറ്റും. ഇതാ 10. ഇത് 10 ആണെങ്കിൽ 8 അതിൻ്റെ അത്രയും വരാം. അതിൻ്റെ അത്രയും അതിനേക്കാളും താന്നിക്കണം. ഓക്കെ, 8 സൗത്ത് വെസ്റ്റ് വന്നിട്ട് ഈസ്റ്റിലേക്ക് തിരിഞ്ഞ് 20 പോയിട്ട് ദെൻ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ നോർത്ത് ഇങ്ങോട്ട് ഈസ്റ്റ് ഇങ്ങോട്ടാകുമ്പോൾ ഇതിൻ്റെ ഇടയിൽ എവിടെ വേണമെങ്കിലും നോർത്ത് ഈസ്റ്റ് വരാം. നോർത്ത് ഈസ്റ്റ് എങ്ങനെയാണ് പോകുന്നത്? നോർത്ത് ഈസ്റ്റിലോട്ട് പോവുകയാണ്. ആൻഡ് വാക്ക്ഡ് 8 കിലോമീറ്റർ. വീണ്ടും എന്ത് ചെയ്യണം? 8 കിലോമീറ്റർ സഞ്ചരിച്ച്. അപ്പം അവിടെ നിൽക്കട്ടെ. ഇത് അങ്ങനെയൊന്നും അറിയത്തില്ല, നോക്കാം. മിക്കവാറും സെയിം ആയിരിക്കും ഇവിടെ. അതൊക്കെ നമ്മൾ തന്നെ ഇൻ്റർപ്രറ്റ് ചെയ്ത് എടുത്തു വേണം. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പാരലൽ ആയിരിക്കുമെന്നൊക്കെ നോക്കാം. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ടു വെസ്റ്റ് ഡയറക്ഷൻ ഇങ്ങോട്ട് പോയി. എന്നിട്ട് തിരിച്ചു പോയി. തിരിച്ച് എങ്ങോട്ട് പോയത്? 6 കിലോമീറ്റർ അല്ലേ? വെസ്റ്റ് ഡയറക്ഷൻ ഫോർ 6 കിലോമീറ്റർ. 6 കിലോമീറ്റർ. ദെൻ ഹി ടേൺഡ് ടു നോർത്ത് ഈസ്റ്റ്. എന്തുവാണ് ഇത്? പുള്ളി ഇപ്പം നിൽക്കുന്നത് ഇങ്ങോട്ടാണ്. നോർത്ത് ഈസ്റ്റ് ആണ്. ഇത് നോർത്ത്, ഇത് ഈസ്റ്റ്. അപ്പം ഇങ്ങോട്ട് പോകണം. ഓക്കെ, അപ്പം ഇങ്ങോട്ട് പോകണം. പുള്ളി ഒരുമാതിരി ബോധമില്ല. മഞ്ജിമ വിളിച്ചു കൊടുക്കാൻ. മഞ്ജിമേ
വാക്കിട് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ ഫോർ 2 കിലോമീറ്റർ. എൻ്റെ 2 ഇത്ര കുഞ്ഞു കുഞ്ഞാക്കി കൊണ്ടുപോകും. ഞാൻ ഇത് 8 ആണെങ്കിൽ അതിൽ നിന്ന് ഇച്ചിരി ചെറുത് 6 ആക്കി, ഇച്ചിരി കൂടെ ചെറുത് 2 ആക്കി. ദെൻ ഹി ടേൺഡ് വെസ്റ്റ്. വീണ്ടും വെസ്റ്റിലോട്ട് പോയി. അതിൻ്റെ വാക്കിട് 4 കിലോമീറ്റർ. ഓക്കെ ആണോ? ദെൻ ഹി ടേൺഡ് സൗത്ത് വെസ്റ്റ്. സൗത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ മീൻസ് ഏത് ഡയറക്ഷൻ വരും? ഈ ഡയറക്ഷൻ വരും. വീണ്ടും സൗത്ത് വെസ്റ്റ്. സൗത്ത് വെസ്റ്റ് എന്ത് വന്ന്? അപ്പോൾ ഇതിന് 2 വന്നു. ഇതിന് 2 വന്നു. സൗത്ത് വെസ്റ്റാ ചരിഞ്ഞാ പോകുന്നത്. ഹൗ ഫാർ ഹീസ് ഫ്രം സ്റ്റാർട്ടിങ് പോയിന്റ്. അപ്പോൾ ഞാൻ പറയും ഇത് മിക്കവാറും പാരലൽ കേസാടാ. അപ്പോൾ നോക്കി എന്താണ് ഇത് കണ്ട, ഇത് മൊത്തം എത്രയാണ്? ഇത് 20. ഇത് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതാണ്, പ്രത്യേകിച്ച് അവരൊന്നും പറയുന്നില്ല, നമ്മളൊന്ന് ഊഹിച്ചെടുത്തോണം. ഇത് 20 ഉണ്ട്, ഇത് 6 ഉണ്ട്, ഇത് 4 ഉണ്ട്, ഇതിപ്പോൾ 10. 6 4 കൂടെ 10 ആയി. ഇനി ബാക്കി അപ്പോൾ എത്ര വരുമായിരിക്കും? 10. അത്രയേ ഉള്ളൂ. ഇതെല്ലാം ഇവിടെ നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്തേ? 10. അത്രയേ ഉള്ളൂ. അങ്ങോട്ട് തന്നെ പോകാനാണ് ഈ പുള്ളി എന്തിനാ നാടൻ. അയ്യോ, മഞ്ജിമയെ വിളിച്ച് ഏൽപ്പിക്കാം. ചുമ്മാ ഇരിക്കുകയല്ലേ ഇവിടെ മഞ്ജിമയുടെ. എടാ വന്നേടാ, ജോയിൻ ചെയ്തേ, വാ. ഹലോ ഹലോ ഹലോ, ഈ ക്വസ്റ്റ്യൻ ചെയ്യടി. ഡയറക്ഷനായിട്ട് വന്നിരിക്കുകയാണ്. നീ കണ്ട അതിന്? ക്വസ്റ്റ്യൻ കണ്ടതല്ല, ആൻസർ കണ്ടായിരുന്നാ? ഇല്ല. എന്നാ കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചു നീ ചീറ്റ് ചെയ്യാന്ന്. വരയ്ക്കടാ. വരച്ചു. ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ നിനക്ക് തരാൻ തോന്നിയതാ. വെറും സ്നേഹം. അറിയാം, വെറും സ്നേഹം. ഞാൻ 10ാം ക്ലാസ്സിൽ വരച്ച പടം പോലെയുണ്ട്. എന്തുവാണ് ഇത്? സ്നേഹം കൊണ്ട് വിളിച്ചേടാ നിന്നെ. നിങ്ങൾക്ക് പോലെ പോലെ പോയില്ല. നീ താഴത്തെ വരച്ചു തുടങ്ങടാ ആതിരെ. കൊച്ചിൻ്റെ അമ്മയെ കണ്ടുപിടിക്കണേ. കൊച്ചിനെ അമ്മയുടെ കൈ ഏൽപ്പിച്ചേക്കണം. കിട്ടുമുയലിന് വഴി കാണിക്കണ നടക്കാം. ഫ്രണ്ട്സിനെ വിളിച്ച് പറയും, എടാ ബാങ്ക് കോച്ചിങ് ഒക്കെ ഭയങ്കര എളുപ്പമാണ്, കൊച്ചിന് വഴി കാണിച്ചു കൊടുക്കണ സാധനമൊക്കെ ചെയ്യണ്ടേ. കിട്ടി, ഫിഗർ കിട്ടി. ആൻസർ പറ. ഹൗ ഫാർ ഹി ഈസ് ഫ്രം സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഓ, അതിപ്പോ എങ്ങനെ കണ്ടുപിടിക്കും? താഴോട്ടില്ലടാ, ഇനി മേലോട്ടാ പോവാനുള്ള. വെയിറ്റ് ചെയ്യ്. 10ആണാടാ. 10 സൂപ്പർ പടം അല്ലായിരുന്നാ? പടം കാണിക്കാം, 6 ആക്ക് പോലെ ഒരു പാരലോഗ്രാമിൽ തുടങ്ങിയിട്ട് അതിന്റെ വളം ഇങ്ങനെ പോയിട്ട് പിന്നെ ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയി ഇങ്ങനെ വന്ന് ഇങ്ങനെ. എടാ മോസ്റ്റ്ലി നീ ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ നിനക്ക് സൗത്ത് വെസ്റ്റ് പറയുന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണമെന്ന് അറിയടാ അതിരെ 45 ഡിഗ്രി ഇട്ടങ്ങ് വരച്ചാൽ മതി. ഒന്നും പറയാം. ഞാൻ മറ്റേ നോർത്ത് വെസ്റ്റ് സൗത്ത് വരച്ചിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ കണക്ട് ചെയ്യും. അത് മാറ്റിക്കണം, അങ്ങൊന്നും വരയ്ക്കല്ലേ. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ നിനക്ക്.
ഞാൻ അതൊക്കെ ഇപ്പൊ കണക്ട് ചെയ്തു. നീ പോടുന്ന, ഞാൻ ഒന്നും നിനക്ക് ഞാനിപ്പോ പറഞ്ഞു. ചേട്ടൻ പറഞ്ഞെന്ന് ആ, പറഞ്ഞപ്പോ അങ്ങനെ വരച്ച്. ഞാൻ ഒന്നും പറഞ്ഞു തന്നിട്ടില്ല നിനക്ക്. ഞാൻ ആകെ എന്താ പറഞ്ഞത്, ആകെ വായിക്കുന്ന വഴിക്ക് മറ്റേ റിലേറ്റീവ് ഡിസ്റ്റൻസ് എടുത്തെടുത്ത് പോവുക. പോയിക്കോട്ടെ ഞാൻ. ഓ പോയി പഠിച്ചോടാ. എന്ത് കിട്ടുന്നുണ്ടോ അതോ ഇനി ഇങ്ങനത്തെ കിട്ടുന്നില്ലേ? സാധനം കിട്ടുമ്പോ വിളിക്കണം കേട്ടോ. പിന്നെ ഉറപ്പായിട്ടും. നിനക്ക് ബസ്സിൽ കിട്ടണ്ടാ? 26-ാമത്തെ ശേ, എന്താ അങ്ങനെ കിട്ടാണ്ടിരുന്നല്ലേ? കിട്ടുന്നില്ല ഇപ്പോഴും. ഏ 26-ലേ ആയുള്ളൂ. 26 ഉള്ളോ? ഞാൻ 36 കേട്ടെ. തെറ്റിദ്ധരിച്ചടാ, ബൈഡാ. 15 നിർത്തിയതാ നമ്മള്. ആണല്ലേ, ശരി. അടുത്തെന്തുവാടാ? എ ബോയ് ഈസ് ലുക്കിംഗ് ഫോർ ഹിസ് മദർ. ഹീ വെൻറ്റ് 90 മീറ്റർ ഇൻ ദ ഈസ്റ്റ് ബിഫോർ ടേണിംഗ് ടു റൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? 90 റൈറ്റില് ഈസ്റ്റിൽ, തിരിയുന്നതിന് ആ മുമ്പ് 90 ഈസ്റ്റിലേക്ക് പോയിട്ട് അവ ഇന്നെ റൈറ്റിൽ തിരിഞ്ഞു എന്ന് അതിൻ്റെ അർത്ഥം. ഹീ വെൻറ്റ് 20 മീറ്റർ ബിഫോർ ടേണിംഗ് ടു റൈറ്റ് അഗൈൻ. ഇപ്പോൾ ഇത് 90 ആണെങ്കിൽ നമ്മളിപ്പോൾ ഏകദേശം എത്ര എടുക്കണമല്ലോ? ഇത് 45 അതിൻ്റെ പാതിയൊക്കെ ആയിട്ട് എടുത്താൽ മതി. 45 നടുക്ക് വരും, അതിൻ്റെ പാതി. അപ്പോൾ ഇത് ഒരു 20 ആക്കുക. ഓക്കെ, മനസ്സിലായോ? 90 ഇത്രയും പോയി, 90ൻ്റെ പാതി 45 വരും, അതിൻ്റെ പാതി 20 അങ്ങ് എടുക്കുക. അത്രയും മതി, അല്ലാണ്ട് എക്സാക്റ്റ് അളവൊന്നും പിടിക്കാനൊന്നും പോകണ്ട. ഓക്കെ, അപ്പോൾ ഇത് 20 ബിഫോർ ടേണിംഗ് ടു റൈറ്റ് അഗൈൻ. ഇപ്പോൾ വീണ്ടും പുള്ളി എങ്ങോട്ടാ? റൈറ്റിലേക്കാണ് പോകുന്നത്. ടു ലുക്ക് ഫോർ ഹിസ്, അയ്യോ പറ ബാക്കി. ടു ലുക്ക് ഫോർ ഹിസ് മദർ അറ്റ് ഹിസ് അങ്കിൾസ് പ്ലേസ്. മാമൻ്റെ വീട്ടിൽ പോയി. 30 മീറ്റർ ഫ്രം ദിസ് പോയിന്റ്. ഇവിടെ നിന്ന് 30 മീറ്ററും കൂടെ പോയി കഴിഞ്ഞാൽ മാമൻ്റെ വീടാണ്. മക്കളെ, ഇത് 90 ആണെങ്കിലേ 30 എവിടെ ആയിരിക്കും? ഇവിടെ ഇങ്ങനെ 3 ഡിവൈഡ് ചെയ്താൽ 30 കിട്ടത്തില്ലേ? അല്ലേ? അപ്പോൾ ഇതായിരിക്കും 30 ഡിസ്റ്റൻസ് ഏകദേശം. ഒന്നുമില്ല, അപ്പം നമുക്ക് 30 ഡിസ്റ്റൻസ് കിട്ടി അല്ലേ? 30 ഡിസ്റ്റൻസിൽ ആരാ ഉള്ളത്? അങ്കിൾസ് പ്ലേസ്. മാമനുണ്ട്. മാമൻ്റെ വീട്ടിലുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ അവിടെ ഇല്ല. അപ്പോൾ പിന്നെ അവൻ എന്ത് ചെയ്തു? From here he went 100 meters to the നോർത്ത്. north. ഇത് 80 അല്ല, ഇത് 20 ഇനി ഒരു 40, 60, 80, 100. മനസ്സിലായോ? റിലേറ്റീവ് അല്ല ഞാൻ പോയത്, ഏകദേശം ചെറിയ സെയിം ഡിസ്റ്റൻസ് വെച്ചിട്ട്. ഇത് 20 ഇത് 80 വരും. അപ്പം മൊത്തം 100 പിന്നെ സ്ട്രീറ്റ്, ഇത് സ്ട്രീറ്റാണ്. സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് ഹൗ ഫാർ, എത്ര ദൂരം കഴിഞ്ഞപ്പോഴാണ് കിട്ടിയത്? അവൻ ഇവിടുന്ന് തുടങ്ങി. ഇനി ഇവിടുന്ന് വരുന്ന 2 ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഹൗ ഫാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ നമുക്ക് വരാം. ഹൗ ഫാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ടോട്ടൽ എത്ര ഡിസ്റ്റൻസ് അവൻ ട്രാവൽ ചെയ്തു എന്നാണ്. എത്ര സഞ്ചരിച്ച്? ഇത് 90, 20, അപ്പോൾ 110, 30 കൂടെ ആയപ്പോൾ 140, 140 100 കൂടെ ആയപ്പോൾ 240 ടോട്ടൽ സഞ്ചരിച്ച്. ഓക്കെ ആണോ? അടുത്ത നീ വായിച്ചാൽ മതി. അടുത്തത് ഇതാണ് വേണ്ടത്. അടുത്തത് 12. വരയ്ക്കടാ. %. M to T എന്ന് പറയുമ്പം MNOPQRST. ഓക്കെ. ആർ സ്റ്റാൻഡിങ് ഇൻ എ വേ സച്ച് ദാറ്റ് O ഈസ് 20 മീറ്റർ എപ്പാർട്ട് ഫ്രം N ടുവേർഡ്സ് വെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്?
ഓ 20 മീറ്റർ മാറിയാണ് ടുവേഴ്സ് വെസ്റ്റ്. ഫ്രം എൻ, വെസ്റ്റ് എന്നിൽ നിന്ന് വെസ്റ്റിലേക്ക് 20 മീറ്റർ 20 മീറ്റർ മാറിയാണ് ഓ. അടുത്ത പറ. കോമ എന്ന് പറയുന്നത് 30 മീറ്റർ 30 സൗത്ത് മീറ്റർ വിത്ത് റെസ്പെക്ട് ടു എം. അപ്പോൾ ഇത് 20 ആണെങ്കിൽ ഇപ്പോൾ ഇത് 20 പിന്നെ ഒരു 10 കൂടെ, ഇത് 30 വന്നു. 30 വിത്ത് റെസ്പെക്ട് ടു എം. എം എന്ന് പറയുന്നത് 40 വെസ്റ്റ് ഓഫ് ക്യൂ. അപ്പോൾ ഇത് 30 വന്നിട്ട് കുറച്ച് ഇടാൻ പറ്റുന്നില്ല, ഇച്ചിരി കൂടെ നീക്കാം. 40 വിത്ത് റെസ്പെക്ട് ടു ക്യൂ. ഇനി എന്താ, പി എന്ന് പറയുന്നത് 50 മീറ്റർ സൗത്ത് ഓഫ് ക്യൂ ആണ്. ഇത് 30 അത്ര വരും. അപ്പോൾ ഏകദേശം ഇവിടെ എവിടെയെങ്കിലുമൊക്കെ വരും. അല്ല, ഇത്രയും മതി, കുഴപ്പമില്ല. 50, ഇത് 50 ആണെങ്കിൽ ഇത് നമ്മളിപ്പോൾ ഞാൻ റിലേറ്റീവ് പറയുന്നത്, നമ്മളിപ്പോൾ നീ ഇത് 50 വരച്ച് കഴിഞ്ഞാൽ എന്ത് മൈൻഡിൽ വേണം, ഇത് 30 ആണെന്നും ഇത് 20 ആണെന്നും, അത്രയും മതി. ഓക്കെ. മീൻസ് 40 മീറ്റർ വെസ്റ്റ് ഓഫ് ക്യൂ പറഞ്ഞല്ലേ. പി 50 മീറ്റർ സൗത്ത് ഓഫ് ക്യൂ, അല്ല, പി ഈസ് 50 മീറ്റർ ടുവേഴ്സ് സൗത്ത്. സൗത്ത് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണ്, നേരെ താഴോട്ട്. അടുത്ത എന്താണ്, 15 മീറ്റർ എപ്പാർട്ട് ഫ്രം എസ് ടുവേഴ്സ് നോർത്ത്. എസ് ഉണ്ടാടാ? ആ, ഇവിടെ സാരം പറയുന്നുണ്ടോ അവിടെ? പോയാ? ഹലോ, എനിക്കൊന്നും മനസ്സിലായില്ല. എവിടെ വരെ കത്തി? നീ വരയ്ക്കും, വായിച്ച് ഒന്നേന്ന് വരയ്ക്കും. എന്നിൽ നിന്ന് ഇവിടെ വരെ വരയ്ക്കും. 20 മാറി വെസ്റ്റിലോട്ടാണ്. ഓ അല്ലേ? ഓടാ. എന്നീന്ന് 30 മാറി സൗത്ത് എന്ന് പറയുമ്പോ താഴോട്ടല്ലേ വരുന്നത്? അല്ലേ? എന്നിൽ നിന്ന് 30 മാറി വായിക്കണം. നോക്കിയേ, ഓ എന്ന് പറയുന്നത് 20 മീറ്റർ. ഇത് ഈ വരി മനസ്സിലായോ? 20 മീറ്റർ അപ്പാർട്ട് ഫ്രം എൻ ടുവേഴ്സ് വെസ്റ്റ്. അപ്പോൾ എന്നിൽ നിന്ന് 20 മീറ്റർ മാറിയാണ് ടുവേഴ്സ് വെസ്റ്റ്. എന്നു പറയുന്നത് 30 മീറ്റർ സൗത്തിലാണ്. ഇത് 20. ഓ, എന്തൊക്കെയുണ്ട്? ചിരി മതി, വേണമെന്നില്ല, പക്ഷെ ചിരി അങ്ങനെ മതി. എൻ 30 മീറ്റർ സൗത്ത് വിത്ത് റെസ്പെക്ട് ടു എം അല്ലേ? ഇത് ഓക്കെ ആണോ? സൗത്ത് താഴോട്ടല്ലേ? ആ, എന്നാണ് സൗത്ത് മോളെ. എൻ ഈസ് 30 മീറ്റർ സൗത്ത്. നോക്ക്, എന്നല്ലേ സൗത്ത്, എന്നല്ലേ ഞാൻ സൗത്ത് ഇട്ടേക്കണേ. മനസ്സിലായോ? മനസ്സിലായില്ലേ? എന്ന് സൗത്തിലാണ്, അപ്പൊ എമ്മിൽ നിന്ന് എന്ന് സൗത്തിലാണ്. ആ, അതെ. എൻ ഈസ് 30 മീറ്റർ സൗത്ത്. എന്നാണ് സൗത്ത്, എൻ ഈസ് സൗത്ത്. എൻ ഈസ് എന്നല്ലേ പറഞ്ഞേക്കണേ. ഓക്കെ, ഇത് ഓക്കെ. ഓ ഈസ് വെസ്റ്റ്. ഓയാണ് വെസ്റ്റ്. ഓക്കെ, എൻ ഈസ് 30 മീറ്റർ സൗത്ത് വിത്ത് റെസ്പെക്ട് ടു എം. എമ്മിൻ്റെ സൗത്തിലാണ് എൻ. അടുത്ത് നോക്കിയേ, എം ഈസ് 40 മീറ്റർ വെസ്റ്റ്. എം ആണ് വെസ്റ്റിൽ. എം വെസ്റ്റിൽ വരണമെങ്കിൽ ക്യൂ പുറത്ത് വരണം. ഈ പല ടൈപ്പ് ഓഫ് വേർഡ്സ് ഇങ്ങനെ വരുള്ളൂ, ഒരേ പല രീതിയിൽ എഴുതും. അപ്പോൾ അതിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കിട്ടും, വേറെ കുഴപ്പമൊന്നുമില്ല. എം ഈസ് 40 മീറ്റർ വെസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു ക്യൂ. പി എന്ന് പറയുന്നത് ഇതൊക്കെയാണോ? ഇവിടെ വരെ ഓക്കെ ആണോ? ശരി. പി ഈസ് 50 മീറ്റർ സൗത്ത്. പി ആണ് സൗത്തിൽ വിത്ത് റെസ്പെക്ട് ടു ക്യൂ. നമ്മൾ ഇവിടം വരെ എത്തിയപ്പോൾ 30 കിട്ടി, ഇനി ഒരു 20 കൂടെ. അപ്പോൾ ഇത് 30 ഇത് 20.
അടുത്ത എന്തുവാണ്? ആറെന്ന് പറയുന്നത് 15 മീറ്റർ അപ്പാർട്ട് ഫ്രം എസ് ടുവേഴ്സ് നോർത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത്? R is 50 meter apart from ആ S ആരാ towards നോർത്തിൽ? ആറാണോ എസ് ആണോ നോർത്തിൽ? R. ആറാണ് നോർത്തിൽ. ആർ ഈസ് 15 മീറ്റർ അപ്പാർട്ട് ഫ്രം എസ് ടുവേഴ്സ് നോർത്ത്. ആറ് നോർത്തിൽ 15 മീറ്റർ ഫ്രം എസ്. നമുക്കിവിടെ ആറോ എസ്സോ വല്ലതും ഉണ്ടോ നമ്മളെ? ഇല്ല. ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നീ ചുമ്മാ വെറുതെ ഒന്ന് കണ്ണൊടിച്ച് നോക്കിയേ. നമ്മളിപ്പം എക്സാം ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഐ മൂവി നമ്മളിങ്ങനെ ഓർഡറിലൊന്നും ഓർഡറിന് ഇപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻസൊക്കെ ഓർഡറിന് പോകുന്നതാണ്. പക്ഷേ എന്താണ്, ഐ മൂവ്മെൻറ്റ് വേണം. നല്ല അടിപൊളിയായിട്ട് ഐ മൂവ് ചെയ്യണം. ഈ എഴുതിയ ലെറ്റേഴ്സ് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് സ്പോട്ട് ചെയ്തോണം നമ്മൾ നിലവിൽ. അപ്പം കോൺസെൻട്രേഷൻ വേണം. എഴുതുന്ന സാധനങ്ങൾ മൈൻഡിൽ സ്റ്റേബിളായിരിക്കണം. വേറെ ഒന്നിനെക്കുറിച്ചും ആലോചിക്കരുത്. അപ്പോൾ നമ്മളിപ്പോൾ പെട്ടെന്ന് നോക്കി വന്നപ്പോൾ എനിക്കിതാ പി കിട്ടി. പി നമ്മൾ എഴുതിയിട്ടില്ലേ? പി. അപ്പോൾ ആ ലൈനൊന്ന് വായിച്ചു നോക്കിയേ. ആറെന്ന് പറയുന്നത് 40 മീറ്റർ ഇത് ലാസ്റ്റ് ഇട്ടേക്കണം. നമ്മുടെ എക്സാമിന് എല്ലാം എങ്ങനെ ആയിരിക്കും, മെയിൻ ഒരു സാധനം എടുത്ത് അവസാനം ഇടും, അല്ലെങ്കിൽ ഇടയിൽ എവിടെയെങ്കിലും ഇടും, കൂട്ടം തെറ്റി ഇടും. ഓക്കെ. ഇപ്പം ഇവിടെ നമുക്ക് എന്ത് കിട്ടി? പിന്ന് ആറിലേക്ക് പോകാനുള്ളൊരു വഴി കിട്ടി. അപ്പോൾ സപ്പോസ് കിട്ടിയില്ല എന്ന് വെച്ചാൽ നിനക്ക് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഓക്കെ, കിട്ടിയില്ലെങ്കിൽ നീ ഓർഡറിൽ തന്നെ അങ്ങ് പോവുക. എന്നിട്ട് ആറെന്ന് പറയുമ്പോൾ 15 മീറ്റർ അപ്പാർട്ട് ഫ്രം എസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വരച്ച് വയ്ക്കുക. ആണ് ഇതിനകത്ത് വയ്ക്കാൻ നമുക്ക് അറിയത്തില്ല. ഒരു കുഞ്ഞ് റഫ് ഫിഗർ വെച്ചാൽ കിട്ടുന്നത് മതി. 6 15 എങ്ങോട്ടാണ്? 15 മീറ്റർ നോർത്താണ് എസ്സിൽ നിന്ന്. എന്നിട്ട് ടി എന്ന് പറയുന്നത് 20 മീറ്റർ ടുവേഴ്സ് ഈസ്റ്റാണ്. ടി ഈസ്റ്റിലാണ് വിത്ത് റെസ്പെക്ട് ടു എസ്. എസ്സിന്ന് 20 മീറ്റർ ഈസ്റ്റിലാണ് ടി. എന്നിട്ട് അപ്പം നമുക്കിങ്ങനെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമുക്കിങ്ങനെ വരാറുണ്ട്. എന്നിട്ട് ഇവരെവിടെയെങ്കിലും വെച്ച് ഈ സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കുക, ഇവരെവിടെയെങ്കിലും വെച്ച് കണക്റ്റ് ആവും. മനസ്സിലായോ? ഒരു കണക്ഷനും കിട്ടിയില്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വേറെ വരയ്ക്കുക. ആ ബാക്കിയുള്ളവരുടെ കാര്യമേ, അത് ഏതെങ്കിലും ഒരു പോയിന്റിൽ അവർ കണക്റ്റ് ആവും. ഓക്കെ ആണോ? എന്നിട്ട് ഇവിടെ എന്ത് വന്നിട്ടുണ്ടായിരുന്നു? ആറെന്ന് പറയുന്നത് 40 ടുവേഴ്സ് വെസ്റ്റ് ആണ്. പിയിൽ നിന്ന് 40 നമുക്ക് മേലെ 40 ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ 40. ഇതിൻ്റെ നേരെ സൗത്തിൽ വരും. അപ്പോഴല്ലേ 40 ആവുന്നത്. 6 40. അപ്പോൾ ഇനി 6 15 താഴോട്ട് പോകും അല്ലേ? ഇത് 20 ആയിരുന്നു. അപ്പോൾ ഇത് 15 സൗത്തിൽ എസ് സിന്ന് 20 എന്ന് പറയുമ്പോൾ ഇതിനെ നടുക്ക്. ഓക്കെ ആണോ? ക്ലിയർ ആയോ? കൺഫ്യൂഷൻ ഉണ്ടോ? അത് ഞാൻ പറഞ്ഞു, മിക്കവാറും കേസിൽ ഇങ്ങനെ വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് എടുത്തിട്ടേക്കും. ഓക്കെ, കഥ പറയാമ്മ. എന്താണ്, ചിലപ്പോൾ മിക്കവാറും ഒരു കേസ്, ഒരു 90% കേസിലും അവിടെ എവിടെയെങ്കിലും തന്നെ വേറെ മാറി എന്തെങ്കിലും ഇട്ടേക്കും. ഓക്കെ. ഇനി ആയില്ല എന്നുണ്ടെങ്കിൽ ആ കിട്ടാത്ത സാധനത്തിനെ സെപ്പറേറ്റ് ആയിട്ട് അങ്ങ് വരയ്ക്കുക. ഓക്കെ ആണോ? സൗണ്ട് ഇല്ല? ഹലോ? ശരി, ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ പറയടാ. In which direction is Q standing with respect to R എന്ന് പറയുമ്പോൾ വിച്ച് ഡയറക്ഷൻ? ഈസിന് ശേഷം എന്താ നോക്കുക? ഈസിന് ശേഷം എന്താണ്? ക്യൂ ആണ് കണ്ടുപിടിക്കാനുള്ളത്. അതാണ് കണ്ടുപിടിക്കാനുള്ളത്. ക്യൂനെ കണ്ടുപിടിക്കണം വിത്ത് റെസ്പെക്ട് ടു ആർ. ആർ അവിടെ നടക്കുന്നു. എഴുതുന്ന സാധനം ക്ലിയർ ആയിരിക്കണം. പിന്നെ പോയി തപ്പാൻ നിൽക്കരുത്. അക്ഷരം എഴുതുന്നത് ക്ലിയർ ആയിരിക്കണം, കാണാൻ പറ്റണം. അത് മീൻസ് പിന്നെ അതിന് ഒന്നുകൂടെ തപ്പി അത് എന്ത് സാധനമെന്ന് അങ്ങനെയുള്ള സമയത്തിനൊന്നും പോകരുത്. ആർ ഇവിടെ, ഇത് ക്യൂ ഇവിടെ ഉണ്ട്. ക്യൂ ആണ് കണ്ടുപിടിക്കാനുള്ളത് വിത്ത് റെസ്പെക്ട് ടു ആർ. എത്ര ഒരു ഡയറക്ഷൻ പറ? നോർത്ത് ഈസ്റ്റ് ആണ്. ശരി, നോർത്ത് ആണെങ്കിൽ ആറിൻ്റെ നോർത്തിൽ ആരൊക്കെയാണ് ഉള്ളത്? ഇപ്പോൾ ആറിൻ്റെ നോർത്തിൽ ആരൊക്കെയുണ്ട്? എന്നുണ്ട്, എമ്മും ഉണ്ട്. ആറിൻ്റെ സൗത്ത് ഈസ്റ്റിൽ ആരാ ഉള്ളത്? സൗത്ത് ഈസ്റ്റിൽ ടി ഉണ്ട്. ആറിൻ്റെ നോർത്ത് വെസ്റ്റിൽ ആരുണ്ട്?
ആരും ഇല്ലല്ലോ. നോർത്ത് വെസ്റ്റ് ലോ. നോർത്ത് വെസ്റ്റിൽ ഓ ഉണ്ട്. ഓ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനാ അല്ലേ? മീൻസ് നോർത്ത് എന്ന് പറഞ്ഞാൽ ഇത്, നോർത്ത് വെസ്റ്റ്, ഈസ്റ്റ് വെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള എല്ലാവരും നോർത്ത് വെസ്റ്റിലാണ്. നോർത്ത് വെസ്റ്റ്. ഓക്കെ ആണോ? ഓക്കെ. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. ഇതിപ്പോൾ ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻ ഉണ്ട്, ക്വസ്റ്റ്യൻ ചെയ്യണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വായിക്ക്. If one more person U is standing southwest respect to P. വൺ മോർ പേഴ്സൺ യുവും കൂടെ ഉണ്ട്. പുള്ളി എവിടെയാണ് നിൽക്കുന്നത്? സൗത്ത് വെസ്റ്റിലാണ്. പീൻ്റെ സൗത്ത് വെസ്റ്റിൽ. പീൻ്റെ സൗത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോൾ എവിടെ വരും ഇവിടെ? പീൻ്റെ സൗത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് സൗത്ത്. പീൻ്റെ സൗത്ത് ഇതാണ്. വെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതാണ്. അപ്പോൾ സൗത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു റീജിയൻ എല്ലാം എന്താ വരുന്നത്? സൗത്ത് വെസ്റ്റ് ആണ് വരുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ? പീൻ്റെ സൗത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ റീജിയൻസ് ഇവിടെ, ഈ എല്ലാ ഏരിയ ആരാണ് വരുന്നത്? സൗത്ത് വെസ്റ്റ് ആണ് വരുന്നത്. ആണോ? നമുക്ക് എന്താ യു എവിടെയെന്നാ പറഞ്ഞിരിക്കുന്നത്? സൗത്ത് വെസ്റ്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ആണോ? അപ്പം ഇവിടെ വരാമോ? ഇവിടെ വരാമോ? ഇവിടെ വരാമോ? ഇവിടെ വരാമോ? ഇതെല്ലാം സൗത്ത് വെസ്റ്റ് അല്ലേ? ഇവിടെ വരാമോ? ഇവിടെ വരാമോ? എവിടെ വേണമെങ്കിലും വന്നൂടെ? അത് കറക്റ്റായിട്ട് പറയുന്നുണ്ട് എവിടെയാണെന്ന്. എന്നിട്ട് ചോദ്യം എന്താണ്? വിച്ച് ഡയറക്ഷൻ ഈസ് ടീനെയാണ് അപ്പോൾ കണ്ടുപിടിക്കാനുള്ളത് വിത്ത് റെസ്പെക്ട് ടു യു. യുവിനെ സംബന്ധിച്ച് ടി എവിടെയാണെന്ന്. മീൻസ് ഇവിടെയാണെങ്കിൽ നോർത്ത് വെസ്റ്റ്, ഇവിടെയാണെങ്കിൽ നോർത്ത് ഈസ്റ്റ്, ഈ പോയിന്റ് ആണെങ്കിൽ സൗത്ത് വെസ്റ്റ്, ഇവിടെയാണെങ്കിൽ നോർത്ത് വെസ്റ്റ്, ഇവിടെയാണെങ്കിൽ ഇങ്ങനെ ഉറപ്പിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഉറപ്പിക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഉറപ്പിക്കാൻ പറ്റത്തില്ലെന്നെങ്കിലാണ് നമ്മൾ എന്ത് പറയുന്നത്? cannot be determined. മീൻസ് ഇതിൽ ഏതാണെന്ന് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് രണ്ട് സാധനങ്ങൾ വരും. ഡേറ്റ ഇനാഡിക്വറ്റ്, cannot be determined. രണ്ട് ഓപ്ഷൻസ് നമുക്ക് വരാറുണ്ട്. ഓക്കെ, ഇത് രണ്ടും തമ്മിലെ വ്യത്യാസം എൻ്റെ ഒരു കണക്കൂട്ടൽ 98% പേർക്കും അറിയത്തില്ല ഇതെന്തും തമ്മിൽ എന്താ വ്യത്യാസമൊന്നും. കാരണം മിക്കവാറും ഉള്ള കേസിലും ഒന്നെങ്കിൽ ചില ഓപ്ഷൻസിൽ ഇത് മാത്രമേ കാണൂ, ചില ഓപ്ഷൻസിൽ ഇത് മാത്രമേ കാണൂ. അപ്പം നമ്മളത് ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഇത് രണ്ടും കൂടെ വരുന്ന ഓപ്ഷൻസും ഉണ്ട്. ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ cannot be determined ഡാറ്റ ഇനാഡിക്വേറ്റിൻ്റെയും വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, ഇത് അതിൻ്റെ പേരെന്താ? cannot be determined. തീരുമാനിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഉത്തരം കിട്ടി. അപ്പം എൻ്റെ അടുത്ത് പറയാണ്, ഇപ്പം അവർ പറയാണ് ഈ അല്ലെങ്കിൽ എം എന്ന് പറയുന്നത് ഈസ് എ റൂട്ട് ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ x square minus 5x plus 6 equal to 0. നമ്മൾ പണ്ട് പഠിക്കുന്നതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, സ്കൂളിൽ പഠിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇപ്പോൾ വേണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ. മീൻസ് ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വാല്യൂ കിട്ടും? എം ഈസ് എം ഈസ് എ റൂട്ട്. ഇത് സോൾവ് അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്താൽ എനിക്ക്
എക്സിന് 2 വാല്യൂസ് കിട്ടും. എക്സിന് ഉം. 2 വാല്യൂസ് കിട്ടും. രണ്ട്. ഓക്കെ ആണോ? ഉം. നമുക്കിവിടെ പറയുന്നത് എം എന്നേ പറയുന്നുള്ളൂ, ഒരു നമ്പർ എന്നേ പറയുന്നുള്ളൂ. ഉം. എനിക്ക് കിട്ടുന്ന എത്രയാണ്? എനിക്കിവിടെ 3 കിട്ടും 2 കിട്ടും. പക്ഷേ എം എന്ന് പറയുന്നത് 3 2 എന്ന് എനിക്ക് രണ്ടാണ്. തീരുമാനിക്കാൻ പറ്റത്തില്ല. ഉം. സോൾവ് ചെയ്ത് എനിക്ക് 2 ഉത്തരം കിട്ടുന്നുണ്ട്. ഉം. സോൾവ് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് 2 ഉത്തരം കിട്ടുന്നുണ്ട്. രണ്ട് പക്ഷേ ഉത്തരം ഇതിൽ കിട്ടും. ഏതാണെന്ന് എനിക്ക് തീരുമാനിക്കാൻ പറ്റില്ല. ഉത്തരമുണ്ട് പക്ഷേ തീരുമാനിക്കാൻ പറ്റത്തില്ല. അതാണ് കനോട്ട് ബി ഡിറ്റർമൈൻഡ്. ഓക്കെ, ഇനി വേറെണ്ണം വരികയാണ് x² മൈനസ് 5x പ്ലസ് സി. അപ്പോൾ ഈ ഒരു സ്ഥലത്തെ നമ്പർ ഇല്ലാണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സി എന്ന് പറയുന്ന സ്ഥലത്തെ നമ്പർ ഇല്ലാണ്ട് എനിക്ക് ഈ സാധനം സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ക്വസ്റ്റ്യൻ എനിക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് സീൻ്റെ വാല്യൂ വേണം. സി എവിടെ? സി ഉണ്ടെങ്കിൽ എനിക്കത് സോൾവ് ചെയ്യാൻ പറ്റൂ. മനസ്സിലായോ? അപ്പോൾ അവിടെ ഡേറ്റ ഇല്ല, ഡേറ്റ ഇൻആഡിക്വേറ്റ്. എനിക്ക് ആ സാധനം ഉണ്ടെങ്കിലേ ബാക്കി ചെയ്യാൻ പറ്റും. അപ്പോൾ ഡേറ്റ ഇൻആഡിക്വേറ്റ്. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ആ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ എന്തോ ഒരു സാധനം മിസ്സിങ് ആണ്. ഓക്കെ, അത് ഡേറ്റ ഇൻആഡിക്വേറ്റ്. കനോട്ട് ബി ഡിറ്റർമൈൻഡ് എന്ന് പറയുമ്പോൾ എനിക്ക് ഉത്തരം കിട്ടി, പക്ഷെ ഇതിൽ ഏതാണെന്ന് തീരുമാനിക്കാൻ പറ്റത്തില്ല. രണ്ട് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ദിസ് ഈസ് ഡയറക്ഷൻ സെൻസ്. ബാക്കി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ഡയറക്ഷൻ ഓഫ് ഒ വിത്ത് റെസ്പെക്ട് ടു എസ്. എന്താ കണ്ടുപിടിക്കാനുള്ളത്? ഡയറക്ഷൻ ഓഫ് ഓയാണ് ഓഫിന് ശേഷം വരുന്നത്, ഈസിന് ശേഷം വരുന്നത്, അതൊക്കെയാണ് കണ്ടുപിടിക്കാനുള്ളത്. ഓഫിന് ശേഷം വരുന്നത്, ഈസിന് ശേഷം വരുന്നതൊക്കെയാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ വാട്ട് ഈസ് എ ഡയറക്ഷൻ? ഓയിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. ഓ എവിടെ? നടക്കുന്നു വിത്ത് റെസ്പെക്ട് ടു എസ്. ഡയറക്ഷൻ പറ. ഓ നമുക്കൊന്നും നീ മൈൻഡിൽ നിന്നും വേണ്ട, നീ ആ എസ്സിനെ ഒന്നും നോക്കിയേ വേണ്ട. ഡയറക്ഷൻ ഓഫ് ഓ എവിടെയാണെന്ന് മാത്രം നോക്കിയാൽ മതി. മറ്റേ ആളിൽ നിന്ന് ഓ എവിടെയാണ്? നോർത്ത് വെസ്റ്റ്. ഓയിൻ്റെ ഡയറക്ഷനാണ് വേണ്ടത് വിത്ത് റെസ്പെക്ട് ടു എസ്. എസ്സിൽ നിന്ന് ഓ എവിടെയാണ്? നോർത്ത് വെസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടി ആൻഡ് ആർ. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടി ആൻഡ് ആർ. ഇത് നമ്മുടെ ഡയറക്ഷനകത്ത് വരുന്ന സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പൈതഗോറസ് തിയറം അറിയാം. നമുക്ക് മാത്സിൽ പഠിക്കുന്ന ഒരു സാധനമാണ് എന്ത്? പൈതഗോറസ് തിയറം. അല്ലെങ്കിൽ ഒരു ട്രയാങ്കുലാർ ഷേപ്പ് ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പോട്ടെ ഒരു ട്രയാങ്കുലർ ഷേപ്പ് സാധനം ഉണ്ടെങ്കിൽ എനിക്ക് എ ബി സി. ഓക്കെ, എ ബി സി. എനിക്ക് എവിടെ പോകണം? എനിക്ക് ബിയിൽ നിന്ന് എവിടെ പോകണം? സിയിലോട്ട് പോകണം. ബിയിൽ നിന്ന് സിയിലോട്ട് പോകണമെങ്കിൽ എനിക്ക് 2 വഴിയുണ്ട്. എങ്ങനെയൊക്കെ പോവാം? ഒന്നെങ്കിൽ ഡയറക്റ്റായിട്ട് ബിയിൽ നിന്ന് സി പോവാം, അല്ലെങ്കിൽ ബിയിൽ നിന്ന് എയിൽ പോയിട്ട് എയിൽ നിന്ന് സി പോവാം. പക്ഷേ ഇതിൽ നിന്ന് എപ്പോഴും ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ, ഒരു 90 ഡിഗ്രി ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ, 90 ഡിഗ്രി ട്രയാങ്കിളിൻ്റെ പേരാണ് റൈറ്റ് ട്രയാങ്കിൾ. ഒരു റൈറ്റ് ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറയുന്നത് എപ്പോഴും ഏതായിരിക്കും? ഷോർട്ടസ്റ്റ് പാത്ത് അല്ലെങ്കിൽ ഏറ്റവും നീളം കുറഞ്ഞ പാത്ത് എപ്പോഴും ഹൈപ്പോട്ട്ന്യൂസ് ആയിരിക്കും. ഹൈപ്പോട്ട്ന്യൂസ് എന്ന് പറയുമ്പോൾ ഇത് ബേസ്, ഇത് ഓൾട്ടിറ്റ്യൂഡ്, ഇത് ഹൈപ്പോട്ട്ന്യൂസ്. ഓക്കെ, ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അടിയിൽ വരുന്ന സാധനം എൻ്റെ ബേസ്, അടിയിലത്തെ ബേസ്മെൻറ്റ് ബേസ്, ഓൾട്ടിറ്റ്യൂഡ് ഹൈറ്റ്, ദെൻ മറ്റേത് ഹൈപ്പോട്ട്ന്യൂസ്. അപ്പോൾ ഷോർട്ടസ്റ്റ് പാത്ത് എപ്പോഴും എന്തായിരിക്കും? ഹൈപ്പോട്ട്ന്യൂസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ റൈറ്റ് ട്രയാങ്കിൾ വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് വരുന്ന സാധനം എന്താണ്? ഒരു തിയറം ഉണ്ട്, പൈതഗോറസ് തിയറം ഉണ്ട്. എന്താണ്? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ട്ന്യൂസ് സ്ക്വയർ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഹൈപ്പോട്ട്ന്യൂസ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ്. കാരണം ഈ സ്ക്വയർ മാറണമെങ്കിൽ എന്ത് ചെയ്യണം? സ്ക്വയർ മാറണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? 2 സൈഡിലും റൂട്ട്. ഇനിയിപ്പോൾ ആരാ വന്നേ? ഹലോ,
ഹരിത ചേച്ചി വന്നിട്ട് പോയി. പോയാ? അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഞാൻ പറയാം. 2ൻ്റെ സ്ക്വയർ 4 ആണ്. 4ൻ്റെ റൂട്ട് 2 ആണ്. അപ്പോൾ സ്ക്വയർ മാറാനായിട്ട് എന്ത് ചെയ്താൽ മതി? റൂട്ട് എടുത്താൽ മതി. അല്ലെങ്കിൽ 2 സ്ക്വയറിൻ്റെ റൂട്ടെന്ന് പറയുന്നത് 2 ആയിരിക്കും. ഓക്കെ, 2 സ്ക്വയറിൻ്റെ റൂട്ടെന്ന് പറയുന്നത് 2 ആയിരിക്കും. 7 സ്ക്വയറിൻ്റെ റൂട്ടെന്ന് പറയുന്നത് 7 ആയിരിക്കും. അപ്പം ഹൈപ്പോട്ടനൂസ് സ്ക്വയറിൻ്റെ റൂട്ടെന്ന് പറയുന്നത് ഹൈപ്പോട്ടനൂസ് ആയിരിക്കും. ഇവിടെ റൂട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെയും റൂട്ട് ഇടണം. ഇത്രയൊന്നും ഇവിടെ അറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഹൈപ്പോട്ടനൂസ് കണ്ടുപിടിക്കാനായിട്ട് റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഞാൻ പിന്നെ മൊത്തം ഇതെവിടെയെങ്കിലുമൊക്കെ ഇത് ആവശ്യം വരും, അതുകൊണ്ട് പിന്നെ പറഞ്ഞതാണ്. ഹൈപ്പോട്ടനൂസ് എന്ന് പറയുന്നത് ബേസിൻ്റെ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ആണ്. നമ്മുടെ പൈതഗോറസ് തിയറത്തിൻ്റെ ബേസിക് ഇക്വേഷൻസ് ആണ്, 10ാം ക്ലാസ്സിലെ മാത്സ് ആണ്. എന്തൊക്കെയുണ്ട്, എങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഒരു ട്രയാങ്കിൾ വന്നു കഴിഞ്ഞാൽ ഇത് ബേസ്, ഇത് ഓൾട്ടിറ്റ്യൂഡ്, ഇത് ഹൈപ്പോട്ടനൂസ് ആണെങ്കിൽ h ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അടുത്തത് ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബേസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഹൈപ്പോട്ടനൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അടുത്ത ഓൾട്ടിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഹൈപ്പോട്ടനൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. അപ്പോൾ ഇത് നമുക്കിപ്പോൾ വേണ്ട എന്താണ്? ഷോർട്ടസ്റ്റ് പാത്ത് ബിറ്റ്വീൻ ടി ആൻഡ് ആർ. ഇതേ ടി ഉണ്ട്, ഇവിടെ ആർ ഉണ്ട്. ഷോർട്ടസ്റ്റ് പാത്ത് അപ്പോൾ ഏതായിരിക്കും? ഇതായിരിക്കും ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കാനായിട്ട് അപ്പോൾ എന്താണ്? ഇത് ബേസ്, ഇത് ഓൾട്ടിറ്റ്യൂഡ്, ഹൈപ്പോട്ടനൂസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബേസിൻ്റെ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 400 പ്ലസ് 225 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 625. റൂട്ട് എത്രയാ? 25. അപ്പം ഷോർട്ടസ്റ്റ് പാത്ത് എത്രയാ? 25. നൺ ഓഫ് ദീസ്. മനസ്സിലായോ? മനസ്സിലായി. ഇതെവിടെ നീ സാധനം? ഇത് പുതിയ മരുന്ന് കൊള്ളൂല അത്. നമ്മളിപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻ ഏതായിരുന്നു? 15. None of these. ഓക്കെ, അപ്പോൾ ബാക്കി നീ വരച്ചു നോക്കുക. ഡൗട്ടുള്ളത് സ്ക്രീൻഷോട്ട് എടുത്ത് ഗ്രൂപ്പ്. നീ സിംപ്ലിഫിക്കേഷൻ ഡൗട്ടുള്ള അടുത്ത് ക്വസ്റ്റ്യൻ എടുത്ത് ഇടാത്ത എന്താ? അത് പിന്നെ കിട്ടുന്നുണ്ടോ? അത് ആൻസർ നോക്കി കിട്ടുന്നുണ്ടോ പിന്നീട്? അത് മനസ്സിലാവുന്നുണ്ട്, ചെയ്യുന്നതിൻ്റെ ആണോ? കിട്ടാത്ത സാധനം എടുത്ത് എന്ത് ചെയ്യുക? ഗ്രൂപ്പ് ഇടുക. ഞാൻ പറഞ്ഞല്ലോ, കിട്ടാത്ത ക്വസ്റ്റ്യൻ വല്ല ഉണ്ടെങ്കിൽ, മനസ്സിലാവാത്ത ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഗ്രൂപ്പ് ഇടുക. അത് ആരെയും സിംപ്ലിഫിക്കേഷനൊക്കെ എല്ലാവരും സോൾവ് ചെയ്തോളും. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഏത് ഡയറക്ഷൻ സെൻസ് ഇത്രയേ ഉള്ളൂ. ബാക്കി നിൻ്റെ പ്രാക്ടീസാണ്. ബാക്കി നീ ഇരുന്നിരുന്ന് വരച്ച് കളിക്കുന്നതനുസരിച്ചിരിക്കും. പെട്ടെന്ന് വരച്ച് തീർക്കണം. ഓക്കെ, പിന്നെ